നേട്ടമുണ്ടാക്കുമെന്ന് BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. മണ്ഡലത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയത് BJP മാത്രമാണ്. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വോട്ടായി മാറുമെന്നും BJP സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. ബിനിൽ ലീല സാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥിയാണ് ഒപ്പമുള്ളത്. എങ്ങനെയുണ്ട്? കലാശവോട്ട് കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് ഒരു ഫീൽ? ഇപ്പം ഞങ്ങൾ ഒരു നല്ല പ്രതീക്ഷയാണ്. ഇപ്പം എല്ലായിടത്തും നമുക്ക് നല്ല ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ട്. പോളിംഗ് ശതമാനം അല്ലെങ്കിൽ വോട്ട് കൂട്ടാനുള്ള അത്തരം കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി നടന്നിട്ടുണ്ടോ? അതെ, എല്ലായിടത്തും സജീവമായി നടന്നിട്ടുണ്ട്. പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തുണ്ട്. ഇപ്പം ഇന്ന് ഞങ്ങൾ എല്ലാ ഭാഗത്തും ഒന്ന് കറങ്ങി തിരിഞ്ഞു വരാനാണ് പരിപാടി ഇരിക്കുന്നത്. ഇന്നെന്തൊക്കെയാണ് പരിപാടികൾ? ഇന്ന് ഞങ്ങൾ നമ്മുടെ മണ്ഡലതല നേതാക്കന്മാരെ ഇന്ന് എല്ലാ പഞ്ചായത്തിലും പോയി കാണും. അത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കീ വോട്ടേഴ്സിനെ കാണാത്തവരെയൊക്കെ ഒന്ന് കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളൊക്കെ എണ്ണി പറഞ്ഞിരുന്നു. അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വികസന ഇല്ലായ്മയൊക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നരേന്ദ്രമോദിജിയുടെ വികസനമല്ലേ ഈ നാട്ടിൽ നടക്കുന്നുള്ളൂ. അത് പറഞ്ഞാണ് നമ്മൾ വോട്ട് വയ്ക്കുന്നത്. അതാണ് നമ്മുടെ അഭിമാന പോരാട്ടത്തിൻ്റെ മുഖ്യ ഇത്. ഇപ്പോൾ ഈ UDF ആണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ പല ഇവിടെ നമ്മുടെ പെൻഷൻ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഉന്നയിച്ചു, പല പ്രശ്നങ്ങൾ ഉന്നയിച്ചു. യഥാർത്ഥ പ്രശ്നങ്ങൾ നിലമ്പൂരിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ? നിലമ്പൂരിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ നമ്മൾ മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത്. മറ്റുള്ളവർ രാഷ്ട്രീയ ജിമിക്കുകൾ കാണിക്കുന്നല്ലാതെ നമ്മളാണ് ഇവിടുത്തെ നിലമ്പൂരിലെ വികസനത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി നമ്മളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെപ്പറ്റി നമ്മളൊരു രാജീവ് ചന്ദ്രശേഖർജി ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. അത് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിൻ്റെ സമഗ്ര വികസനമാണ് നമ്മൾ ആ പത്രികയിൽ പറയുന്നത്. ഈ തുടക്കത്തിൽ അതായത് ഇത് ആവശ്യമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിരുന്നത്. അത് ഏകദേശം ശരിയല്ലേ. ഇത് അനാവശ്യമായി അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. എന്നിരുന്നാൽ പോലും ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി മുന്നേറുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കുക എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളായ പാർട്ടികളുടെ ഒരു കടമയാണ്. ഞങ്ങൾ ശക്തമായി മുന്നേറുന്നു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകർക്ക് ആവേശമായി ഈ തെരഞ്ഞെടുപ്പ്. വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. 100% വിജയിക്കുന്നതാണ് ധാരണയാണ്. ജനങ്ങളെ വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരാണ്. ആ മാറ്റം ആഗ്രഹിക്കുന്നവർ നമുക്ക് വോട്ട് ചെയ്യും. മാറ്റമുണ്ടാകും നിലമ്പൂരിൽ? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. ഒരു സംശയമില്ല, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. ഈ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം അവസാനം ആ കുട്ടിക്കലാശത്തിലേക്കൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനു മുമ്പായിട്ട് അദ്ദേഹം ഒരു റോഡ് ഷോ നടത്തി. അത് വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിനെങ്ങനെ കാണുന്നത്? അൻവർ ഒരു നിസ്സാരക്കാരനാണെന്ന് ഞാൻ കരുതുന്നില്ല. അൻവറിൻ്റെ ശക്തിയെ കുറച്ച് കാണുവാനും ഞാനാണല്ല. അൻവർ ഇവിടെ 9 വർഷം MLA ആയിരുന്ന ആളല്ലേ. അൻവർ അതിനു മുമ്പും പല സ്ഥലങ്ങളിലും ഇവിടെ മത്സരിച്ചിട്ടും ശക്തി കളിച്ചിട്ടുമുണ്ട്. അൻവർ ഒരു നിസ്സാരക്കാരനല്ല. സാമ്പത്തിക ശക്തിയുണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുമായി ബന്ധമുണ്ട്. ഈ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വവും നിങ്ങളുടെ വിജയത്തെ ബാധിക്കുമല്ലേ? അത് പറയാനൊക്കത്തില്ല. ജനങ്ങളെ വോട്ട് ചെയ്യുന്നത്. ജനങ്ങളെല്ലാം വിലയിരുത്തും. ജനങ്ങൾ മുഖ്യമായും വിലയിരുത്തുന്നത് ഇവിടുത്തെ വികസന കാര്യങ്ങളാണ്, നരേന്ദ്രമോദിജിയുടെ നയങ്ങളാണ്, നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങളാണ്. നരേന്ദ്രമോദിയുടെ നയങ്ങളും പരിപാടികളാണ് ഏറ്റവും കൂടുതൽ വിലയിരുത്തുന്നതും. നരേന്ദ്രമോദിജിക്കാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അദ്ദേഹമാണ് ഞങ്ങൾക്കല്ല. നിശബ്ദ പ്രചാരണമാണ് ഇന്ന്. അപ്പോഴാണ് NDA സ്ഥാനാർത്ഥി ഒപ്പം ചേർന്നത്. വലിയ വിജയപ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്.